ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശബരി പറഞ്ഞു, പ്രഭോ, അപഹരിക്കപ്പെട്ട ധർമ്മപത്നിയെ അന്വേഷിച്ച് അവിടുന്ന് സഞ്ചരിക്കുകയാണെന്ന് അടിയൻ ധരിച്ചിരിക്കുന്നു. ലങ്കാപുരിയിൽ രാവണാന്തപുരത്തിന് സമീപമുള്ള അശോകവനികയിൽ ഭർതൃസ്മരണയിൽ മുഴുകി സദാ കണ്ണുനീർ വാർത്തുകൊണ്ട് സീതാദേവി ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇവിടെ നിന്നും കുറച്ചു ദൂരം തെക്കോട്ട് ചെല്ലുമ്പോൾ പമ്പ എന്ന പുണ്യസരസ് ദർശനീയമാകും. അതിനു ചുറ്റുമുള്ള കാനന മധ്യത്തിൽ പണ്ട് മതംഗ മഹർഷി തപസ് ചെയ്തിരുന്നതിനാൽ അതിന് മതംഗ വനമെന്നാണ് പേര്. ആ സരസിന്റെ കരയിൽ കൂടി അല്പദൂരം മുമ്പോട്ട് നടക്കുമ്പോൾ ഋഷ്യമൂകം എന്ന പർവ്വതത്തെ കാണാം. ആ പർവ്വത മൂർധാവിലുള്ള ഗുഹകളിൽ ബാലിയാൽ നിഷ്കാസിതനായ സുഗ്രീവൻ എന്ന വാനരശ്രേഷ്ഠൻ 4 മർക്കട മന്ത്രിമാരോടുകൂടി താമസിക്കുന്നുണ്ട്. സുഗ്രീവൻ കപീന്ദ്രനായ ബാലിയുടെ അനുജനാണെങ്കിലും ശത്രുവാണ്. ബാലിയെ പേടിച്ചാണ് അവൻ അവിടെ കഴിഞ്ഞുകൂടുന്നത്. മതംഗ മഹർഷിയുടെ ശാപം നിമിത്തം ബാലിക്ക് ആ ശൈലത്തിൽ കടക്കാൻ സാധ്യമല്ല. അർക്കപുത്രനായ സുഗ്രീവനുമായി അങ്ങ് സഖ്യം ചെയ്താൽ എല്ലാ കാര്യവും ശുഭമായി പര്യവസാനിക്കും. സീതാന്വേഷണം നടത്താനും ശത്രു സംഹാരം വരുത്താനും വാനര സഖ്യം വളരെ സഹായകമായി ഭവിക്കും. ഈ വിധം ഉപദേശിച്ചതിനു ശേഷം വൃദ്ധയായ താപസി ധ്യാനനിരതയായിരുന്ന തന്റെ ശരീരം യോഗാഗ്നിയിൽ ദഹിപ്പിച്ചു. ആ സ്ഥാനത്ത് ശാപമുക്തയായ മാലിനി പ്രത്യക്ഷപ്പെട്ടു. രാമപാദം വണങ്ങി രാമദേവന് പ്രദക്ഷിണം ചെയ്തവൾ സ്വർഗാരോഹണത്തിന് അനുഗ്രഹം യാചിച്ചു. നിന്റെ ഭർത്താവും ഒരുമിച്ച് നീ ഇപ്പോൾ സ്വർഗത്തിൽ പോയി സുഖിച്ചു വാഴുക. കലിയുഗാരംഭത്തിൽ നീ വീണ്ടും ശബരി എന്ന പേരിൽ ജനിച്ച് സഗുണാത്മകമല്ലാത്ത നിർഗുണ ബ്രഹ്മത്തെ തപസ് ചെയ്ത് നിത്യമുക്തി അടഞ്ഞുകൊള്ളുക. അതോടുകൂടി ശബരി സ്വർഗാരോഹണ പ്രാപ്തയായി. രാമലക്ഷ്മണന്മാർ താപസി നിർദ്ദേശിച്ച മാർഗത്തിൽ കൂടി സഞ്ചരിച്ച് മനോഹരമായ പമ്പാ സരസിന്റെ തീരത്തെത്തി. നയനാനന്ദകരമായ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ആനന്ദിക്കുവാൻ സീത കൂടെയില്ലല്ലോ എന്ന് കരുതി രാമൻ സങ്കടപ്പെട്ടു. ലക്ഷ്മണൻ ജ്യേഷ്ഠനെ സമാധാനപ്പെടുത്തി. ദേവി നിർമ്മല മനസ്വിനിയാണ്, യാതൊരാപത്തും സംഭവിക്കുകയില്ല, കളങ്കവും യേശുകയില്ല. അഗ്നി പോലും ദേവിയെ സ്പർശിച്ചാൽ പനിനീര് പോലെ തണുത്തുപോകും. അത്രയ്ക്ക് പരിശുദ്ധയാണ് ദേവി. നമുക്ക് ദേവിയെ കണ്ടുപിടിക്കാനും ശത്രുക്കളെ സംഹരിക്കാനും കഴിയും. ലക്ഷ്മണൻ രാമമഹിമയെക്കുറിച്ച് പറയുകയാണ്. ഒരു ദിവ്യാത്മാവായ ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു നിസാര കാര്യത്തിന് വേണ്ടി മനക്ലേശം അനുഭവിക്കാൻ പാടില്ല എന്ന് ലക്ഷ്മണൻ രാമനോട് പറയുകയാണ്. അവർ ഋഷ്യമൂകാചലം ലക്ഷ്യമാക്കി നടന്നു. ആ സമയം ആ ശൈലത്തിന്റെ ഉപരിതലത്തിൽ ഒരു പന്തലിച്ച പാദപത്തിന്റെ തണലിൽ ഏതാനും വാനരന്മാരും ഒരുമിച്ച് സുഗ്രീവൻ നർമ്മസല്ലാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്റെ ആസ്ഥാന കേന്ദ്രം ലക്ഷ്യമാക്കി ആയുധധാരികളും അലൗകിക തേജസ്വികളുമായ 2 തരുണ കേസരികൾ മുനിവേഷത്തിൽ വരുന്നത് കണ്ട് സുഗ്രീവൻ അടുത്തുനിന്ന ഹനുമാനോട് ചോദിച്ചു, ഇവർ ആരാണ്? എന്തിനിങ്ങോട്ട് വരുന്നു? എന്നെ വധിക്കാൻ ബാലി അയച്ചിരിക്കുന്ന യോദ്ധാക്കളാണോ? ആഞ്ജനേയ, നോക്കൂ, എനിക്ക് അവരെ കണ്ടിട്ട് വളരെ ഭയം തോന്നുന്നു. നീ സൂത്രത്തിൽ ചെന്ന് അവരുടെ ആഗമനോദ്ദേശം എന്താണെന്ന് ഗ്രഹിക്കണം. അവർ ശത്രുചാരന്മാരാണെങ്കിൽ ആംഗ്യം കൊണ്ട് എന്നെ അത് ധരിപ്പിക്കണം. മിത്രങ്ങളാണെങ്കിൽ നീയൊന്ന് പുഞ്ചിരിക്കണം. നിത്യബ്രഹ്മചാരിയായ ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ രൂപം ധരിച്ച് ദശരഥ കുമാരന്മാരുടെ മുമ്പിൽ വന്ന് താണുവണങ്ങി. രാമൻ ചോദിച്ചു, അങ്ങ് എവിടെ നിന്നും വരുന്നു? ഹനുമാൻ പറഞ്ഞു, ഇതിനടുത്ത് ഋഷ്യമൂകാചലത്തിലുള്ള ഒരു ആശ്രമത്തിലെ അന്തേവാസിയാണ് ഞാൻ. പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടതാണ്. അപ്പോഴാണ് ഭവാന്മാരെ കണ്ടത്. ദിവ്യന്മാരെ പോലെ വിളങ്ങുന്ന ഭവാദൃശന്മാർ ആരാണെന്നറിയുവാൻ വളരെ ആഗ്രഹമുണ്ട്. ഒരു ബ്രഹ്മചാരിക്ക് ഇതറിയേണ്ട ആവശ്യമില്ലെങ്കിലും ചോദിച്ചെന്ന് മാത്രം. രാമൻ, അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരാണ് ഞങ്ങൾ. കാനനത്തിൽ ഇങ്ങനെ വൃഥ സഞ്ചരിക്കുന്നു എന്നേയുള്ളൂ. ഹനുമാൻ, എന്തുദ്ദേശത്തോടു കൂടിയാണ് ദുർഗമമായ ഈ വനാന്തരത്തിൽ രാജകുമാരന്മാരായി നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത്? സുഖമായി കൊട്ടാരത്തിൽ ജീവിക്കേണ്ടവരല്ലേ നിങ്ങൾ? രാമൻ, ലക്ഷ്മണ, ഇത് ശ്രദ്ധിച്ചോ? ശുദ്ധവും
വ്യാകരണ നിബദ്ധവുമായ ഭാഷയിലാണ് ഈ വടു സംസാരിക്കുന്നത്. ഇവൻ സാധാരണ ഒരു ബ്രഹ്മചാരിയല്ല. അദൃശ്യങ്ങളായ അവന്റെ ആ കർണഭൂഷണങ്ങൾ നീ കാണുന്നോ? താൻ അഞ്ജനയുടെ ഉദരത്തിൽ ഗർഭസ്ഥ ശിശുവായി കിടക്കുമ്പോൾ ഭ്രൂണഹത്യയ്ക്ക് വേണ്ടി ബാലി മാതാവിന് നൽകിയ പഞ്ചലോഹ ചൂർണം പഞ്ചബാണാരിയുടെ അനുഗ്രഹത്താൽ തന്റെ കർണാഭരണങ്ങളായി പരിണമിച്ച പഴയ കഥ ഹനുമാൻ ഓർമ്മിച്ചു. ഈ കർണമണികൾ നഗ്നദൃഷ്ടിയാൽ ആരു കാണുന്നുവോ ആ ദിവ്യനെ ആരാധിച്ച് അദ്ദേഹത്തിന്റെ നിത്യോത്തമ ഭക്തനായി നീ ഭവിക്കുക എന്ന് അംബികാപതി എന്ന് അരുളി ചെയ്തിരുന്നതും അഞ്ജനാപുത്രൻ അപ്പോൾ അനുസ്മരിച്ചു. തൽക്ഷണം തന്നെ വടുരൂപം വെടിഞ്ഞ് സ്വന്തം രൂപം കൈക്കൊണ്ട് വായുപുത്രൻ രാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ആ പാദരേണുക്കൾ ശിരസിലണിഞ്ഞ് ആനന്ദ കുളിർമ പൂണ്ട് എഴുന്നേറ്റ് ഭക്തിപൂർവം അഞ്ജലി കൂപ്പി ഉണർത്തിച്ചു. മഹാത്മാക്കളെ ക്ഷമിക്കണം, വടുരൂപത്തിൽ വന്ന ഞാൻ പരമശിവ സംഭൂതനായ ഹനുമാനാണ്. ഋഷ്യമൂകാചലപതിയായ സുഗ്രീവ വാനരന്റെ ആപ്തമിത്രമായ നർമ്മ സജീവനുമാണ്. ഭവാന്മാരുടെ പരമാർത്ഥം അറിയുവാൻ വേഷപ്രച്ഛന്നനായി തിരുവടികളുടെ മുമ്പിൽ ആഗമിച്ചെന്നേയുള്ളൂ. പരദൃഷ്ടികൾക്ക് ഗോചരമല്ലാത്ത എന്റെ കർണമണികൾ ദർശിച്ച നിന്തിരുവടി ഒരിക്കലും എന്റെ ശത്രുവായിരിക്കുകയില്ലെന്നും അനുഗ്രഹദാതാവായ മിത്രമായിരിക്കുമെന്നും കരുതിയാണ് എന്റെ സ്വന്തം രൂപം നിന്തിരുവടികളുടെ മുമ്പിൽ ഞാൻ അവലംബിച്ചത്. രാമൻ പറഞ്ഞു, ഹനുമാനെ, അങ്ങയുടെ ധാരണ തെറ്റിയിട്ടില്ല. ഞങ്ങൾ അങ്ങയുടെ മിത്രങ്ങൾ തന്നെയാണ്. ഇനി ഞങ്ങളുടെ പരമാർത്ഥം ധരിപ്പിക്കാം. ദശരഥകുമാരന്മാരിൽ മൂത്ത പുത്രനായ രാമനാണ് ഞാൻ. ഇവൻ എന്റെ അനുജൻ ലക്ഷ്മണനുമാണ്. ഹനുമാൻ ഭക്തി വിജൃംഭിതനായി, രാമൻ, എന്റെ ആരാധനാമൂർത്തിയായ രാമൻ, വൈകുണ്ഠപതി വിഷ്ണു ഭഗവാന്റെ തിരുവവതാരമായ രാമൻ, ഭക്തവത്സലനായ രാമൻ, മായാമർത്യനായി പിറന്ന രാമൻ എന്നിങ്ങനെ വാഴ്ത്തിക്കൊണ്ട് രാമഭദ്രന്റെ ചേവടികളിൽ വീണ്ടും നമസ്കരിച്ച് ഭക്തി അശ്രുക്കൾ പൊഴിച്ചു. രാമൻ വനവാസത്തെക്കുറിച്ചും സീതാന്വേഷണത്തെക്കുറിച്ചുമെല്ലാം വിശദമായി ഹനുമാനോട് പറഞ്ഞു കേൾപ്പിച്ചു. ഹനുമാൻ പറഞ്ഞു, സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ ഇരു കൂട്ടർക്കും ഗുണം സിദ്ധിക്കും. അവരവരുടെ വൈരികളെയും നിഗ്രഹിക്കാൻ കഴിയും. സുഗ്രീവ സഖ്യത്തെ സംബന്ധിച്ച് ശബരി താപസി ഉപദേശിച്ചത് രാമചന്ദ്രൻ ഓർത്തു. ആയതിനാൽ പവനാത്മജന്റെ അഭിപ്രായത്തോട് പാർത്ഥിവനാഥനായ രാമൻ യോജിച്ചു. അങ്ങനെ ആഞ്ജനേയൻ നിർബന്ധപൂർവം രാമനെയും ലക്ഷ്മണനെയും തന്റെ തോളിലേറ്റി ഋഷ്യമൂകാചലത്തിലേക്ക് കൊണ്ടുപോയി. പച്ചിലകൾ കൊണ്ടുള്ള 2 പീഠങ്ങൾ ഉണ്ടാക്കി അവരെ അതിൽ ഇരുത്തി. അതിനുശേഷം സുഗ്രീവനെ ചെന്ന് കണ്ടു പറഞ്ഞു, ഇനി ആരെയും പേടിക്കാനില്ല. വിശ്വനായകന്മാരായ കുമാരന്മാർ അങ്ങയുടെ ഭാഗ്യാതിരേകത്താൽ ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നു. പോയി അവരെ വന്ദിച്ച് സൽക്കരിച്ച് സഖ്യം ചെയ്തു കൊള്ളുക. എല്ലാം മംഗളമായി കലാശിക്കും. ഹനുമാന്റെ ഉപദേശമനുസരിച്ച് സുഗ്രീവൻ 4 അമാത്യന്മാരുമായി രാമന്റെ മുമ്പിൽ ചെന്ന് താണു വീണ് നമസ്കരിച്ചു. സൗമിത്രി സീതയുടെ അന്തർധാന വൃത്താന്തം മുഴുവനും മിത്രപുത്രനെ പറഞ്ഞു ധരിപ്പിച്ചു. സീതാദേവിയെ കണ്ടുപിടിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് സുഗ്രീവൻ രാമന് വാക്കു നൽകി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, കഷ്ടിച്ച് 2 മാസങ്ങൾക്കപ്പുറം ഒരു സംഭവം അടിയന് ഉണ്ടായി. ഒരു ദിവസം അടിയനും സജീവന്മാരും കൂടി മലമുകളിൽ വൃഥാ നിൽക്കുമ്പോൾ മോഹനരൂപിണിയായ ഒരു കാമിനീമണിയെ ഒരു രാക്ഷസൻ വിമാനത്തിൽ കയറ്റി ആകാശമാർഗേണ കൊണ്ടുപോകുന്നതായി കണ്ടു. പർവ്വത മുകളിൽ നിന്ന് അടിയങ്ങളെ രഹസ്യമായി വീക്ഷിച്ചുകൊണ്ട് ഒരു വസ്ത്രപ്പൊതി ആ നാരീരത്നം താഴേക്ക് എറിഞ്ഞു തന്നു. ആ പൊതി അടിയൻ എടുത്ത് സൂക്ഷിച്ചു വച്ചു. അതിൽ കുറച്ച് ആഭരണങ്ങളായിരുന്നു. അടിയൻ ഇങ്ങോട്ട് പോന്നപ്പോൾ നിന്തിരുവടിയെ കാണിച്ച് അത് വല്ല രാജകുമാരിയുടേതുമാണോ എന്നറിയാൻ വേണ്ടി ഹനുമാൻ പറഞ്ഞതനുസരിച്ച് കൂടെ കൊണ്ടുപോന്നിട്ടുണ്ട്. അത് നോക്കിയാൽ ജാനകി ദേവിയുടെ ആഭരണങ്ങളാണോ എന്ന് നിന്തിരുവടിക്ക് അറിയാൻ കഴിയും. സുഗ്രീവൻ ആ വസ്ത്രപ്പൊതി രാമന്റെ മുമ്പിൽ വെച്ചു. അദ്ദേഹം ആ പൊതി അഴിച്ചു നോക്കി. അതോടുകൂടി ആ നേത്രങ്ങൾ രണ്ടും ചുടുബാഷ്പ പൂർണ്ണങ്ങളായി. എന്നെ പോലെ നിങ്ങളും മൈഥിലിയെ വിട്ടുപിരിഞ്ഞോ? അടക്കാനാവാത്ത ആഴലോടെ അദ്ദേഹം തൊണ്ടയിടറി അങ്ങനെ പുലമ്പിപ്പോയി. ആ വിഭൂഷകളെ അദ്ദേഹം വിലോചനങ്ങളിൽ അർപ്പിച്ച് അശ്രുജലത്താൽ അഭിഷേചനം ചെയ്തു. അനന്തരം തന്റെ കഥനഭാരം ഒതുക്കുവാനും ഒളിക്കുവാനും വേണ്ടി അദ്ദേഹം വിഷയം മാറ്റി അർക്കപുത്രനോട് ചോദിച്ചു, മർക്കടശ്രേഷ്ഠ, ജ്യേഷ്ഠനായ ബാലിയും ഭവാനും തമ്മിൽ എന്താണ് ഇത്ര വിരോധം?